Good afternoon, everybody. Good afternoon. Thank you, Miss. School in the Good afternoon, teacher. Can you hear me? Good afternoon, Miss. Okay, welcome. Good Okay. afternoon, teacher. Good afternoon. Good afternoon, teacher. Good എല്ലാവരും afternoon, teacher. present ചെയ്യാ. Good afternoon, Miss. Good afternoon. Okay. Continue the class. ഇപ്പം രാവിലെ നിങ്ങൾക്ക് ഡിക്റ്റേഷൻ ഇട്ടില്ലല്ലോ മിസ്? ഇട്ടിരുന്നോ? നോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് പീരീഡ് ഇടാന്ന് പറഞ്ഞു അല്ലേ? ഓൾ ഓഫ് യു ടേക്ക് യുവർ ഹിന്ദി നോട്ട് ബുക്ക്, സോറി MS നോട്ട് ബുക്ക്, മോറൽ സയൻസിന്റെ നോട്ട് ബുക്ക് എടുക്കുക. മോറൽ സയൻസിന്റെ നോട്ട് ബുക്ക് ഇല്ലേ? അതില്ലെങ്കിൽ ഹിന്ദിയുടെ നോട്ട് ബുക്ക് എടുക്കുക. ഉണ്ടാവുമല്ലോ എല്ലാവർക്കും അല്ലേ? Then write അമാത്രിക ശബ്ദ്. അമാത്രിക ശബ്ദില് നമ്മൾ കുറച്ച് വാക്കുകൾ പറഞ്ഞിരുന്നു അല്ലേ? ഫസ്റ്റ് റൈറ്റ് അജ്ഗർ. അജ്ഗർ. ഫസ്റ്റ് വേർഡ് ഈസ് അജ്ഗർ. ഒരിക്കലും ബുക്കിൽ നോക്കി എഴുതാൻ പാടില്ല, അറിയുന്നത് എഴുതിയാൽ മതി. നിങ്ങൾ ഈ ഒരു മാസം അല്ലെ ഇത്രയും ക്ലാസ് പീരീഡ് നിങ്ങൾ എന്ത് പഠിച്ചു എന്ന് വിലയിരുത്തുന്നതാണിത്. അജ്ഗർ. ഫസ്റ്റ് വേർഡ് അജ്ഗർ. Okay. Second word is null. Athena Sunil Kumar. Where is Athena? Okay. Please unmute. എന്താണ്? മിസ് ആദ്യം മുതൽ പറയോ? അതാണ് പറഞ്ഞത് അജ്ഗർ. ഫസ്റ്റ് വേർഡ് ഈസ് അജ്ഗർ. First word is ajgar. Second word is null. Null. Okay. Third word is gagan. Gagan. Okay. Next, arm. 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 Only 5 words. Chata. Chata. Chata.
ഏതൊക്കെ വാക്കുകളായിരുന്നു? അജ്ഗർ, നൽ, ഗഗൻ, ആം, ചാത്ത. നെക്സ്റ്റ് ഏബൽ മാത്യു എന്താണ്? അൺമ്യൂട്ട് ചെയ്യേ പ്ലീസ്. ഏബൽ, ഏബൽ. ആ ചാത്ത എഴുതിച്ചിട്ടില്ല. എന്താണ്? മിസ് ചാത്ത എഴുതിച്ചിട്ടില്ല. ചാത്താന്ന് എഴുതാൻ പറ്റുമോന്ന് ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഓക്കെ. ആ ചായ എഴുതുക, ആക്കി മാത്ര കൊടുക്കുക. ചായ എഴുതുക, ആക്കി മാത്ര. എഴുതാൻ പറ്റില്ല, ബുക്കില്ലല്ലോ അല്ലെ? വേണ്ട, ചാത്ത മാറ്റിക്കോ, അറിയില്ലെങ്കിൽ സാരമില്ല. അത് മിസ്സിന് വീണ്ടും വീണ്ടും മറന്നു പോവാ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത കാര്യം. ചാത്ത എഴുതണ്ട, വേറെ വാക്ക് തരാം. ഷഹർ, ഷഹർ. ഷഹർ. ആരും എന്നോട് അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ പേര് വായിച്ചില്ല. ഒരിക്കൽ കൂടി പറയാം. ഫസ്റ്റ് വേർഡ് അജ്ഗർ, സെക്കൻഡ് വേർഡ് നൽ, തേർഡ് ഗഗൻ, ഫോർത്ത് ആം, ഫിഫ്ത്ത് ഷഹർ. മുഹമ്മദ് മുബ്ദാസ്. അൺമ്യൂട്ട് മോനെ മുബ്ദാസിം. അറ്റൻഡൻസ് ഇട്ടതാ. ഓക്കെ ഓക്കെ, പ്രസന്റ് ചെയ്ത. ആയില്ലേ? നെക്സ്റ്റ് നടുക്കട് കോൺ ഹേ. അതിന്റെ ആൻസർ മാത്രം എഴുതുക. നടുക്കട് കോൺ ഹേ, ആൻസർ മാത്രം എഴുതുക. ബിയോണ, ബിയോണയുടെ പേര് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബ്ലസ്സൺ എന്നാ എഴുതിയിരിക്കുന്നത്, ബ്ലസ്സൺ വി നോബിൾ എന്നാ എഴുതിയിരിക്കുന്നത്. ബിയോണ അൺമ്യൂട്ട് ചെയ്തേ. എന്താണ്? എന്താ ബിയോണ? മിസ്സേ ഈ മൂന്നാമത്തേത് അഞ്ചാമത്തേത് പറഞ്ഞുതരുമോ? മൂന്നാമത്തെ വാക്ക് ഗഗൻ, അഞ്ചാമത്തേത് അഞ്ചാമത്തെ ഷഹർ. പേരൻസ് ശ്രദ്ധിക്കുക, ഞാനിത് ഡിറ്റേഷൻ വേർഡ്സ് പറഞ്ഞാല് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുത്താണ്. നിങ്ങൾക്കത് മനസ്സിലാവണം. ഈ ഇത്രയും ക്ലാസ് കിട്ടിയതിന് ശേഷം കുട്ടി എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കുക, പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ മിസ്സേ അത് ചേട്ടായി കയറിയപ്പോയതാ. ഓക്കെ ഓക്കെ. പിന്നെ നടുക്കട് കോൻ ഹേ, ആരാണ് അത് എഴുതുക. നെക്സ്റ്റ് നമ്പർ ഇട്ട് എഴുതണം കേട്ടോ. ഇത് 1 എഴുതി. नंबर 2 रतन को क्या पकड़कर चलने को कहा गया है? रतन को क्या पकड़कर
ചൽനേക്കോ കഹാ ഗയാ ഹേ. രഥനോട് എന്തെടുത്തിട്ട് പോകാനാണ് പറഞ്ഞത്? ആൻസർ അവിടെ എഴുതുക. റയാൻ, ആർ യു ഫിനിഷ്? നോ. എന്താണ്? തെർമസ് എന്നാണ് അല്ലെ. തെർമസ് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ ഒന്ന് നോക്കിയേ. ഫസ്റ്റ് വേർഡ് രഥൻ എന്നായിരുന്നു അല്ലെ. നടുക്കട്ട് കോൻഹേ എന്നുള്ളിടത്ത് രഥൻ. രഥൻ എഴുതാൻ പറ്റുന്നുണ്ടോ ഒന്ന് നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ തെർമസ്. എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. സെക്കൻഡ് ക്ലാസ് ആയില്ലേ, ഇനി പഠിക്കണം കേട്ടോ. ഇർഷാദ് എഴുതി കഴിഞ്ഞതാണോ? ഇർഷാദ് എഴുതിയില്ല? ആ ഇല്ല അല്ലെ. അതിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആയി അല്ലെ. മൂന്നാമത്തെ രഥൻ കോ കഹാം ചലനെ കോ കഹാ ഗയാ ഹേ. അവിടെ ആൻസർ ഈസ് ഖർ എന്നാണ്. ഹെർമേം എന്നാണ്. ഖർ. ഖർ എന്നുള്ള ആൻസർ അവിടെ എഴുതണം. ആൻസർ പറഞ്ഞു ഒന്ന് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നാണ് ടെസ്റ്റ് ചെയ്യുക നമ്മള്. ഖർന്ന് എഴുതാൻ കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്യണം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കുവാണ്. അതിൽ തെറ്റ് ഏതാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് അത് ഒരു 3 പ്രാവശ്യം എഴുതി പഠിക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പം എങ്ങനെയുണ്ട് നമ്മളെ പഠിത്തന്ന്? ഓക്കെ, ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഐഫോന എന്ത് പറ്റിയേ? ചെക്ക് ചെയ്തതിനു ശേഷം മിസ്സിന് സെൻഡ് ചെയ്യാ. മിസ് അത് കറക്റ്റ് ചെയ്ത് തരാം ഏതൊക്കെയാ തെറ്റിയെന്ന്. ഐഫൂന, വെർ ഈസ് ഐഫൂന? പ്ലീസ് റേസ് യുവർ ഹാൻഡ്. നാസ, പ്ലീസ് അൺമ്യൂട്ട്. എന്താണ്? ആ പരീക്ഷന്റെ വാക്കുകളൊന്നും കൂടി ഒന്ന് പറയാന്ന്. പരീക്ഷന്റെ വാക്കുകൾ പറയണോ? ഓക്കെ, അതാണ്. അടുത്ത ആൾക്കും ഡൗട്ട് എങ്കിൽ കേട്ടോളുക. ഫസ്റ്റ് വേർഡ് നടുക്കട്ട് കോൺ ഹേ. ക്വസ്റ്റിന്റെ ആൻസർ അല്ലേ? ആണോ? ക്വസ്റ്റിന്റെ ആൻസർ ആണോ നാസ? ആണെങ്കിൽ തമ്പ് ഉയർത്തി കാണിച്ചാൽ മതി, അല്ലെ ഫസ്റ്റ് വേർഡ് പറയേണ്ടി വരും. പ്ലീസ് അൺമ്യൂട്ട്. ആ ഓക്കെ, ഐഫോണിക്ക് അതാണോ? നിങ്ങൾ ശ്രദ്ധിക്കുക. നടുക്കട്ട് കോൺ ഹേ, അതിന്റെ ആൻസർ എന്താണ്? രഥൻ എന്നാണ് ആൻസർ. നിങ്ങൾക്ക് രഥൻ എഴുതാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. രഥൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രഥൻ കോ ക്യാ പകടുക്കർ ചലനെ കോ കഹാ ഗയാ ഹേ? അവിടെ ആൻസർ എന്താ വരുന്നത്? തെർമസ്. തെർമസ് എഴുതാൻ പറ്റുന്നുണ്ടോ ചെക്ക് ചെയ്യാം. രഥൻ കോ കഹാം ചലനെ കോ കഹാ ഗയാ ഹേ? ഖർ. ഐഫൂന, പ്ലീസ് റേസ് യുവർ ഹാൻഡ്. ആ ഓക്കെ, ഐഫൂന പ്ലീസ് അൺമ്യൂട്ട്. മിസ്സിന്റെ ഫോണിലേക്ക് അയക്കണ്ടല്ല, ഗ്രൂപ്പിലേക്ക് അയക്കണ്ടേ? മിസ്സിന്റെ ഫോണിലേക്ക് അയച്ചാൽ മതി.
മിസ്സിന്റെ ഫോണിലോട്ട് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ ഹോംവർക്ക് എഴുതേണ്ടത് നാളെ തന്നെ തരുന്നതായിരിക്കും. ഓക്കെ. ആ വെരി ഗുഡ്. ഫുള്ള് കിട്ടിയവർ എത്ര പേരുണ്ട്? എല്ലാരും ഉണ്ടല്ലോ. സേറ, ബിയോണ, ഏബൽ, ജോബിനും ജോയിലും ഒന്നും ഉണ്ടെന്നില്ലല്ലോ. റയാൻ എഴുതിയില്ല. ജോബിൻ? യെസ്. ഓക്കെ ഓക്കെ ഗുഡ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവും അല്ലെ ചെക്ക് ചെയ്യുമ്പം. ഓക്കെ. ഇപ്പൊ നോട്ട്ബുക്കിലേക്ക് എഴുതാൻ കുറച്ച് വർക്ക് കൂടുതൽ വരും. ഈസിയാണ്, പക്ഷെ അത് നോട്ട്ബുക്കിലേക്ക് എഴുതിയേ മതിയാവും. ഇപ്പൊ നമ്മള് ആ എന്നുള്ള 2 സ്വരാക്ഷരങ്ങളിലെ ചിഹ്നങ്ങളാണ്. പക്ഷെ ആ എന്ന അക്ഷരത്തിന് മാത്ര ഇടുന്നില്ല. ആ എന്ന അക്ഷരത്തിന് മാത്ര ഇടുന്നുണ്ട് അല്ലെ? അപ്പം ആക്കി മാത്ര ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഏതാണെന്ന് മനസ്സിലായോ? ആ എങ്കിൽ യെസ് എന്ന് പറയാ, തമ്പി ഉയർത്തി കാണിക്കുക. ഇല്ലെങ്കിൽ നോ എന്ന് പറയാ. ഓക്കെ. അപ്പം അതിന്റെ വർക്ക് കൂടി വരും. കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടോ ഇപ്പോ? ഓക്കെ. ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക്. Fatima KM, listen here. All of you take your notebook. ഇന്നത്തെ ഡേറ്റ് എഴുതുക. ഫസ്റ്റ് ലെറ്റർ ക. റൈറ്റ് ക. ക എഴുതാൻ അറിയില്ല എല്ലാവർക്കും? സെക്കൻഡ് ക്ലാസ്സിലായി, ഇനി ക എഴുതാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ലെ? ക. ഇതാണ് ലിസൺ. ക കണ്ടില്ലേ? നോട്ട്ബുക്കിൽ എഴുതിക്കോ. ക. കുറച്ച് സ്പേസ് വിട്ടിട്ട് നേരെ തന്നെ കാ. എങ്ങനെയാ കാന്ന് എഴുതുക? കാ എഴുതി ആക്കി മാത്രം കൊടുക്കുന്നു. റൈറ്റ് ഫാസ്റ്റ്. ലിസൺ. കാ എഴുതി കുറച്ച് സ്പേസ് വിടുന്നു. കാ. ഓക്കെ. ദെൻ അതിന്റെ താഴെ ച. റൈറ്റ് ച. ഡൗൺ ഡൗൺ റൈറ്റ് ച. ഇപ്പൊ നമ്മള് കാ എഴുതി അതിന്റെ താഴെ ച എഴുതി. കാന്ന് എഴുതുന്നതിന്റെ അടിയിൽ ചാ. ഓക്കെ. ആദ്യത്തെ വെരി ഗുഡ്. നെക്സ്റ്റ് താഴെ ട. ഓക്കെ. ട. ഡൗൺ ഡൗൺ റൈറ്റ്. കാ എഴുതി ച എഴുതി. ഇർഷാദ് എന്താ അവിടെ? ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടെ എന്താ? അവിടെ അടിയാണോ? ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ അവിടെ. Where is your mother? Mahadia, go. Shahbara. Okay, please unmute. Miss, എങ്ങനെ എഴുതലെന്ന് കിട്ടുന്നില്ല. അയ്യോ, ഇതിപ്പോ എന്താ ഞാനിപ്പോ ചെയ്യാ? എനിക്കിപ്പോ ഇവിടെ ഒന്നും കാണിച്ചു തരാം. എഴുതി തരാൻ പറ്റില്ല മോളെ. കായ് ഇങ്ങനെയാണ്.
കാന്ന് എഴുതി അല്ലെ. അടുത്ത അക്ഷരം ചായാണ്. ചായ എഴുതാറിയില്ലേ? ചാച്ചാ ചാച്ചൻ എന്നുള്ള ചായ അറിയില്ലേ? അറിയാം. ചാന്ന് എഴുതാം. ചായ എഴുതി ചാ. അതായിരിക്കും അറിയാത്തത് അല്ലെ. ലിസൺ, ഇതാണ് ചാ ചാ. മോളെ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുക. മിസ് കായല്ല താ. താ. അടുത്ത ലെറ്റർ പറഞ്ഞത് ടായാണ് അല്ലേ. ടാ ടാ. ലിസൺ, ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് താ കഴിഞ്ഞ അടുത്തത് താ. നമ്മൾ തർബൂജ് എന്നൊക്കെ എഴുതില്ലേ? താ താ താ. താ എഴുതുക. ആക്കി മാത്രം കൊടുത്ത് താ. അഥീന, ലിസൺ ഹിയർ. നെക്സ്റ്റ് പാ എഴുതുക. പാ. കാ കാ ചാ ചാ ടാ 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 വാ പാ പാ. ആ ഷഹബറ, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ തന്നെയാണ്. ഇനി അടുത്ത ലെറ്റർ റൈറ്റ്. മാ മാ മാ. ആ പേജ് ഫുള്ളായിട്ട് എഴുതണം. മാ മാ. ഇനി ഒരു അക്ഷരം നിങ്ങൾ തന്നെ പറഞ്ഞേ. ആരാ പറയുന്നത്? സാ. ഓക്കെ, സാ സാ സാ. വ്യഞ്ജനാക്ഷരങ്ങളിലെ ഏതക്ഷരം എടുക്കാം അല്ലെ? എന്താണ്? ഷഹബറ മിടിക്കുകയാണ് കേട്ടോ. ദേവാങ്ക് ആ സാ എഴുതി അല്ലെ. എല്ലാരും എഴുതിയില്ലേ? സാ സാന്ന് എഴുതി. നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളിൽ ഏതക്ഷരം എടുക്കാം. എന്നിട്ട് അതിന് ആക്കി മാത്രം കൊടുത്താല് അത് നീട്ടി വായിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ. ജോവിൻ, ജോവിൻ, ജോവിനാണ് ജോയലാണോ? അൺമ്യൂട്ട് ചെയ്ത്. എനിക്ക് അത് തന്നെ. ജോവിൻ, ജോവിൻ അൺമ്യൂട്ട് ചെയ്ത മോനെ. ആരാണിത്? ജോയലാണോ ജോവിനാണോ? ജോവിൻ. ജോയൽ എവിടെ? കാണുന്നില്ല. ആ ഹായ് ജോയ്, ഉറങ്ങുമായിരുന്നോടാ? ഉറക്കമായിരുന്നു അല്ല അല്ലെ. ജോബിനും ജോയിലും ഓരോ അക്ഷരങ്ങൾ പറഞ്ഞേ. എഴുതിയ അക്ഷരം ശരിയായല്ലേ? ഒരക്ഷരം പറയാൻ. ഇനിയിപ്പോ ഒരു അക്ഷരം കൂടെ നമുക്ക് എഴുതാം. പേജ് തീർന്നോ? ഇല്ലല്ലോ. ഇനി ഏതാ ദീക്ഷിത ഒരു അക്ഷരം പറഞ്ഞേ? വ്യഞ്ജനാക്ഷരം കുറേ ഇല്ലേ? യാ എടുക്കാം അല്ലെ. യാ യാ. റൈറ്റ്. യാ യാ. യാരോലവ പഠിച്ചില്ലേ നമ്മള്? യാ എഴുത്. എഴുതിക്കോ.
യാ യാ. എല്ലാത്തിന്റെയും കൂടെ ആക്കി മാത്ര ആയിന്റെ ചിഹ്നം കൊടുക്കണം. പേജ് കഴിഞ്ഞോ? ഹാദിയ ഒരു ലെറ്റർ പറഞ്ഞു മോളെ. വ്യഞ്ജൻ. മിസ്. യെസ് പറഞ്ഞോ. യാ കഴിഞ്ഞ അടുത്ത ലെറ്റർ എന്താണ്? മാ എങ്ങനെ എഴുതുക? പ പ ബ ഫ മാ പഠിച്ചിട്ടില്ല? ആ യാ കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം രായ ഉണ്ടല്ലേ. രാ രാ എഴുതാം. അത് കഴിഞ്ഞിട്ട് ല ലാ എഴുതാം. വ വാ ശ ശ. എല്ലാ അക്ഷരങ്ങൾക്കും നമുക്ക് ആയിന്റെ ചിഹ്നം കൊടുത്തിട്ട് എഴുതാം. അപ്പൊ ആ പേജ് ഫുള്ളായിട്ട് നിങ്ങൾ അക്ഷരങ്ങൾ എഴുതുക, അതിന്റെ ചിഹ്നം എഴുതുക, എന്നിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഇതെന്താ ഇത്? രാ എഴുതാൻ അറിയാണ്ടാണ് ഇങ്ങനെ താടിക്ക് കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നേ. അപ്പൊ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ മറന്നു പോയോ? നെക്സ്റ്റ് വീക്കില്, അതായത് അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഹിന്ദിയുടെ വർണ്ണമാല ഏതൊക്കെയാണ്? സ്വർ, വ്യഞ്ജൻ, സംയുക്താക്ഷർ. അത് ഞാൻ ഡിറ്റേഷൻ ഇടും നെക്സ്റ്റ് വീക്കില്. അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ട് വരണം. Devang, please unmute. Sha sha. Okay. Sha sha. അപ്പൊ നിങ്ങളുടെ പേജ് കഴിഞ്ഞോ? ഫുള്ളായോ? എന്നാ അത്രയും പേര് എഴുതിയാൽ മതിയേ. മുഹമ്മദ് ആബിസ്. മുഹമ്മദ് ആബിസ്. ആബിസ്. ഓക്കെ. ലാ ലാ എഴുതാം. മ്യൂട്ട് ആക്കല്ലേ. ആബിസിന്റെ അനിയന്റെ പേരെന്തായിരുന്നു? അബ്ദുൽ ബാസിദ്. അബ്ദുൽ ബാസിദ്. ഉമ്മേനെ കണ്ടപ്പോഴാണ് എനിക്ക് ബാസിത്തിന് ഓർമ്മ വന്നു. ബാസിത്തിന്റെ ചേട്ടായി ആണല്ലേ ആബിസ്? ആയില്ലേ? പേജ് തീർന്നില്ലേ? ഓക്കെ, ഫിനിഷ്. നിങ്ങൾക്ക് ഇനിയും എഴുതാം. അവിടെ ഒരു ലൈൻ വരച്ചിട്ട് അവിടെ തന്നെ നിങ്ങൾക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ ഏത് അക്ഷരം എടുത്തിട്ടും ആക്കി മാത്രം കൊടുക്കാം. അതിന്റെ ചിഹ്നം കൊടുക്കാം, എന്നിട്ട് എഴുതാം. ഓക്കെ. ഈ പേജ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാവോ മിസ്സിന? നീലാഞ്ജന, നീലാഞ്ജന, അത് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് ഇന്നൊന്ന് എഴുതിയതൊന്ന് വായിക്കാം. കാക്ക, ചാച്ച, ടാറ്റ, താത്ത, പാപ്പ, മാമ, സസ, ഹഹ. ഓക്കെ, ഗുഡ്. അപ്പൊ എങ്ങനെയാ ഹാന്ന് എഴുതിയത്? ഹാ എഴുതിയിട്ട് ആക്കി മാത്ര കൊടുത്തു അല്ലേ? ഓക്കെ. ദേവർഷ, മോൾ എഴുതി ഒന്ന് വായിച്ചേ. കാക്ക, ചാച്ച, ഡാഡ, താത്ത, പാപ്പ, മാമ, സസ, യയ, ദാദ, വാവ, ലാല, ശശ, ശശ. ഓക്കെ, ഗുഡ്. അമൻ മാധവ്. കാക്ക, ചാച്ച, ടാറ്റ, താത്ത, പാപ്പ, മാമ, ശശ.
Okay. Deekshit. Deekshit. Kaka, Chacha, Tata, Tata, Papa, Mama, Sasa, Yaya, Yaya, Lala, Baba, Shasha, Shasha. Okay. Jia Rose. Irshad and Mahdiya. Kaka, Chacha, Tata, Tata, Papa, Mama, Sasa, Yaya, Yaya, Lala, Baba, Sha, Ha, Ha. Okay, good. Next. Muhammad Abis എഴുതിയല്ലേ? Okay. Sarah Maria. Kaka, Chacha, Tata, Tata, Papa, Mama, Sasa, Yaya, Rara, Lala, Wawa, Sha, Okay. Siddharth. Siddharth. Na. പറഞ്ഞിരു Chacha, Tata, Tata, Papa, Nana, Mama, Shasha, Rara, Lala. Okay, good. Nia Das. Kaka, Papa, Chacha, Tata, Tata, Mama, Sasa, Raja, Ya, Na. Yeah, okay, good. Next. Athena. Kaka, Dara, Raja, Mama, Nana, Tata, Ta, Lala, Ha, Papa, Tata. Okay. Hadia. Chacha, Kaka, Chacha, Tata, Tata, Papa, Mama, Sasa, Yaya, Rara, Mama, Ha, Tata, Okay. Ja. Okay. Biona. Unmute ചെയ്യേ. Kaka, Chacha, Tata,
മാമയോ? ഓക്കെ. പിന്നെ മോളെ എഴുതി വായിക്കുക. എനിക്കൊന്നും അറിയില്ല, വായിച്ചത് കേൾക്കുന്നേ ഉള്ളൂ. എഴുതിയോ നോക്കാൻ വേണ്ടിട്ടാ. അയ്യോ കഴിഞ്ഞോ? പേജ് ഫുൾ എഴുതിയാ? തട്ടിപ്പ്. ഫുൾ എഴുതിക്ക വേഗം. ബാക്കിയുള്ള അക്ഷരം ഏതെടുത്തിട്ട് അതിന് അതിന്റെ ചിഹ്നം കൊടുക്ക്. വേഗം എഴുതിക്ക. ആദ്യത്തെ റൈറ്റ് ഫാസ്റ്റ്. Mama, Sasa, Yaya, Yara, Nana, Lala, Wawa. ഓക്കെ ഗുഡ്. അലൻ ജോസഫ്. ഓക്കെ ആദ്യം അലൻ. Kaka, Chacha, Dada, Tata, Papa, Mama, Sasa, Yaya, Yara, Lala. ഓക്കെ ഗുഡ്. നമ്മുടെ ടൈം ഈസ് ഓവർ. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? മിസ് പറയുന്ന പോലെ നോട്ട് തരുമ്പോ അതൊക്കെ ഹോംവർക്ക് എഴുതിയെടുക്കുക നോട്ട് ബുക്കിലേക്ക്. എന്നിട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ബാക്കി മാത്രം എല്ലാവർക്കും മനസ്സിലായി എന്ന് മിസ്സിന് ബോധ്യമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതി വായിച്ചു. ഓക്കെ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. ഡാനിയൽ, ഹായ്, പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്യേ. ഓക്കെ. എന്താണ്? Kaka, Chacha, ഓക്കെ. Data, Tata, Yaya, ഓക്കെ. Lala, Lala. ഓക്കെ. ഇപ്പൊ ഡാനിയലിന്റെ മുമ്പത്തെ ക്ലാസ് ഒക്കെ എഴുതി എടുത്തിട്ടുണ്ടോ? യൂട്യൂബ് ക്ലാസ് കണ്ടോ അവൻ? കണ്ടില്ല. ഇപ്പം ക്ലാസ് ഒക്കെ എഴുതി എടുക്കണ്ടേ? അപ്പം എന്താ ചെയ്യണ്ടേ? അതത് ടീച്ചറിനെ വിളിക്കുക. ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റിന്റെ ടീച്ചറിനെ വിളിച്ചിട്ട് ചോദിക്കാം നോട്ടൊക്കെ എന്താ എഴുതണ്ടേന്ന് കേട്ടോ. ഓക്കെ. ഇപ്പൊ എല്ലാരോടും ബൈ പറയാണ്. ബൈ 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 ബൈ. എല്ലാരും ഹോംവർക്ക് ചെയ്യണം കേട്ടോ.